ഗായ്സ്, തിര വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് ചക്കയുടെ ഉണ്ടാക്കുകയാണ്. വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോയാലോ നമുക്ക്. അങ്ങനെ പഴുത്ത ചക്ക നമ്മൾ കുരിയൊക്കെ കളഞ്ഞിട്ട് ചുളയെടുത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതിന് നല്ല പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പം ആദ്യം കുറച്ച് നമ്മൾ അരച്ച് മാറ്റി പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് മാതിരി എടുത്തിട്ട് ഒരു ഉരുളിയോ ഒരു പാത്രത്തിലോ മാറ്റി ഇതേപോലെ വെക്കണം. അടുത്തതായിട്ട് നമുക്ക് ആടാക്കേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പൊടിയാണ്. ഞങ്ങൾ ആശീർവാദ് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഈ ചക്ക പേസ്റ്റ് മാതിരി അരച്ച് വെച്ചതിനകത്തോട്ട് തട്ടിയിടണം ഉരുളിക്കകത്ത്. എന്നിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അത്രയും നമ്മൾ തട്ടിയിട്ടിട്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഏലക്കയാണ്. അപ്പോൾ ഏലക്ക നമുക്ക് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അപ്പം അതിനകത്തിട്ട് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഏലക്ക പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഏലക്ക പൊടിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ അത് ഏലക്ക പൊടിച്ച് പിന്നെ ആ പൊടിയില്ല ചക്ക പേസ്റ്റും മറ്റേ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടതിനകത്തോട്ട് നമുക്ക് തട്ടിയിടാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പം നല്ല ഉണ്ട ശർക്കരയായിരുന്നു. നമുക്ക് അതിനെ പൊട്ടിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ചീകി എടുത്തിട്ടോ നമുക്കത് ചെറുതാക്കിയിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് അതിനെ പാനിയാക്കണം. അപ്പോൾ ശർക്കരയൊക്കെ നമ്മൾ ചെറിയ ഒരു കഷ്ണങ്ങളാക്കി മാറ്റി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ അത് പാനിയായി വരത്തുള്ളൂ. പാതിരാത്രി വാഴയില വെട്ടാനായിട്ട് ലൈറ്റുമായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇപ്പോഴാണ് ചക്ക വെട്ടി നോക്കിയത്. അന്നേരം പഴുത്തിരിപ്പാണ്. പിന്നെ ഒന്നും നോക്കില്ല. ചക്ക അരച്ചതും നമ്മൾ പൊടി ഇട്ടതും ഏലക്ക ആഡ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അതായത് നമ്മൾ അടുപ്പത്ത് വെച്ച് ശർക്കര നല്ല തിളച്ച് പാനിയായിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചിട്ട് നമ്മൾ പൊടിക്കകത്തോട്ട് ആഡ് ചെയ്യണം. ഇത് അരിച്ചെടുക്കണം, അല്ലെ പിന്നെ ശർക്കര കട്ടിയായിട്ടുള്ളതൊക്കെ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ അരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്തതിനെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു കമ്പോ എന്തെങ്കിലും തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ചക്ക അരച്ചതും പൊടിയും ഏലക്കയും ശർക്കരപ്പാനിയും പിന്നെ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് തേങ്ങ ആഡ് ചെയ്യണം. അപ്പം തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങ ഇതേപോലെ വലുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കതൊന്ന് നെയ്യ് വാട്ടിയെടുക്കണം തേങ്ങ. അപ്പോൾ ഈ തേങ്ങയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് വേണം നമുക്കിനി പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് നല്ല ചൂടാകുമ്പോൾ നമുക്ക് നെയ്യ് എടുത്ത് അതിനകത്തിട്ട് നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ എടുത്ത് ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കത് മാറ്റാം. എന്നിട്ട് ഇതാ നമ്മളെ മൂപ്പിച്ചെടുത്തത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മാവ് എല്ലാം ഒരു സെറ്റാക്കി വെച്ച് അതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് അതൊന്നും കൂടെ ഒന്ന് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, പൊടിയെല്ലാം കൂടി കുഴച്ചിതാ അട ഉണ്ടാക്കുന്ന ഒരു പരുവായിട്ടുണ്ട്, സെറ്റായി. ഇനി നമുക്ക് ഇല വെട്ടിക്കൊണ്ട് വന്നത് നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതേപോലെ അട ഉണ്ടാക്കുന്ന പരുവത്തിന് നമ്മൾ കീറി എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ എന്താ നമ്മൾ കുറേ എടുത്ത് മാറ്റുന്നുണ്ട്. ഇല വാട്ടിയ ഇലയാണ് ഇതെല്ലാം മാറ്റി വെക്കുന്നത്. അപ്പം ഗൈസ്, ചക്കയുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇഡലിക്കൊട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്ന ആ പാത്രം എടുത്ത് നമ്മൾ കമത്തിയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കോട്ടാണ് നമ്മൾ ഈ ഇലക്കകത്ത് ഈ ചക്കയുടെ രൂപത്തിൽ ഇലക്കകത്ത് വെച്ചിട്ട് മടക്കി ഓരോന്നാക്കി വെക്കുന്നത്, സെറ്റാക്കി. അപ്പോൾ ഇത് ആവിയിൽ ആ വെള്ളം തിളച്ചിട്ടുള്ള ആവിയിലാണ് ഇത് വേവുന്നത്. അങ്ങനെ അടയുടെ രൂപത്തിൽ നമ്മൾ വാഴയിലേക്കകത്ത് മടക്കിതാ ഇഡലിക്കുട്ടത്തിലോട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മളത് അടപ്പെടുത്ത് അടച്ചിട്ട് ആവിയിൽ വേവിക്കണം, ഗ്യാസ് കത്തിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിനെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കണം. കാരണം ഇങ്ങനെ കുറേ മുകളിലും താഴെയായിട്ടിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്നിടണം. എന്നാലേ ഉള്ളു നല്ലോണം വേവത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെച്ചേക്കണം, എന്നാലേ ഒരു കട്ടിയിൽ കിട്ടത്തുള്ളൂ ഇതിനെ. അപ്പോൾ ഇത് എടുത്തിട്ട് തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇല അഴിച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചക്ക കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്.